ജമ്മു കശ്മീരിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കത്വയിൽ രാംകോട്ട് മേഖലയിൽ പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. 3 ഭീകരരെ വളഞ്ഞിട്ടിട്ടുണ്ടെന്നും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? ഇന്ന് രാവിലെ പുലർച്ചെ മുതലാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും സൈന്യവും CRPF-ഉം ജമ്മു കശ്മീർ പോലീസും തുടർച്ചയായി പരിശോധനയും ഏറ്റുമുട്ടലും കത്വ മേഖലയിൽ നടത്തുകയാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും 3 ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. സംയുക്ത പരിശോധനയ്ക്കെതിരെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യം ശക്തമായ പ്രതിരോധം തീർത്തതോടെ ഭീകരർ വനമേഖലയിലേക്ക് ഒളിച്ചു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ്. കത്വയിൽ നിയന്ത്രണ രേഖയിലൂടെ അതിർത്തി കടന്നുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകരർ വൻ ആയുധ ശേഖരവുമായി ജമ്മു മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നേരത്തെ സൈന്യത്തിന് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 5 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. വൻ ആയുധ ശേഖരവുമായിട്ടാണ് ഭീകരർ എത്തിയത്. അതുകൊണ്ട് തന്നെ കത്വ മേഖലയ്ക്ക് പുറമെ ജമ്മു ശ്രീനഗർ ദേശീയപാത, ഒപ്പം ജമ്മുവിലെയും കശ്മീരിലെയും ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് വീണ്ടും കത്വയിൽ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ദേവിക.